ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിമയോട് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നും ഒരു പോലീസുകാരിയുടെ സ്ഥാനത്ത് നിന്നും മഞ്ജു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണേട്ടാ. മഹിമേ, നിൻ്റെ പ്രശ്നം എന്താണ്? ഈ ചേച്ചിയോട് പറ. ഈ ചേച്ചി എന്ത് തന്നെയായാലും ചേച്ചി അതിനൊരു തീർപ്പുണ്ടാക്കും. ഓള് പറഞ്ഞോളൂ എന്നൊക്കെ പറയുമ്പോൾ മഹിമക്കുള്ളിലും ആ ഒരു തോന്നൽ വരികയാണ്. എന്തുകൊണ്ടും എല്ലാം തുറന്നു പറയാം. എനിക്ക് ഏറ്റവും സേഫും എല്ലാം കൊണ്ടും എനിക്കെൻ്റെ ചേച്ചി തന്നെ. കാരണം എൻ്റെ അമ്മ തന്നെ എന്നും മാത്രമല്ല ഒരു പോലീസുകാരിയുമാണ്. അതുകൊണ്ട് എൻ്റെ ഭാവി സുരക്ഷിതമാവുന്നത് എൻ്റെ ചേച്ചിയുടെ കൈകളിൽ തന്നെ. അതുകൊണ്ട് ഞാൻ ഇക്കാര്യം എൻ്റെ ചേച്ചിയോട് വെളിപ്പെടുത്താമെന്ന് പറയുമ്പോൾ, എന്താ മഹിമ നിൻ്റെ പ്രശ്നം? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. കോളേജിലേക്ക് കറക്റ്റ് പോകുന്നു, ട്യൂഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നു, ആരോട് എടുത്തു ചാടാത്ത നീ ഇന്ന് എന്നോട് പോലും എടുത്തു ചാടുന്നു. എന്താണ് നിൻ്റെ ഉള്ളിലെ നിന്നെ വിഷമിപ്പിക്കുന്ന അലട്ടൽ? നീ എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? മോളെ എന്നോട് തുറന്നു പറ എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആ ചോദ്യം ഉയരുമ്പോൾ മഹിമ ആ സത്യം തുറന്നു പറയാൻ ഒരുങ്ങാനിട്ട. മഹിമ തൻ്റെ ചേച്ചിയോട് എല്ലാ കാര്യം തുറന്നു പറയാൻ അങ്ങ് ഒരുങ്ങുമ്പോഴാണ് ഇപ്പുറത്ത് മഞ്ജു ഇങ്ങനെ സ്വപ്നയെ കാണുന്ന കേട്ടോ. സ്വപ്നയെ കാണുന്ന മഞ്ജു പിന്നീട് അവിടെ ചോദ്യം നിർത്തുകയാണ്. അങ്ങനെ സ്വപ്നയെ കണ്ടോടെ തന്നെ മഞ്ജു ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ മഹിമ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ, ഈശ്വര, എൻ്റെ ചേച്ചിയോട് എനിക്ക് തുറന്നു പറയാൻ കഴിയാത്ത ആ ഒരു മാനസികാവസ്ഥയായല്ലോ, എന്ത് ചെയ്യാനെന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സ്വപ്ന വന്നിട്ട്, ഇന്നെന്താ മഹിമേ, ഇന്നും നീ കോളേജിലോട്ട് പോകുന്നില്ലേ? അത് കേട്ട ഉടൻ തന്നെ അവൾ വന്ന ആ ഒരു ദേഷ്യം, അവൾ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയോട് എനിക്ക് പറയാൻ പറ്റാത്ത ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അത് കേട്ട ഉടൻ തന്നെ മഹിമ അങ്ങ് സ്വപ്നയോട് ചൂടാവാണ്. ഞാൻ കോളേജിൽ പോകണോ വേണ്ടേ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നീയല്ല. നിൻ്റെ വാക്കുകളല്ല ഞാനിവിടെ കൽപ്പിക്കുന്നത്. എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ വാക്കുകൾ പറയാനായിട്ടാണ്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ സ്വപ്ന പോലും ഞെട്ടിപ്പോവാണ്. ഇവളെന്തിനാ ഇത്ര വല്ലാതെ ചാടുന്നു? ഇവളോട് ഇത്രമാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ തന്നെ മഹിമയോട് മഞ്ജു ചോദിക്കാം, മോളെ നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? അതിലിപ്പോൾ ചേച്ചി ഞാൻ ഇവളോട് പറഞ്ഞത്, ഞാൻ കോളേജിൽ പോവാതിരിക്കുക എന്തെങ്കിലും ചെയ്തോട്ടെ, എനിക്ക് പഠിക്കാനുണ്ട് എന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതല്ലേ. ഞാൻ എന്തിനാ കോളേജിൽ പോകുന്നത് എന്നിങ്ങനെ നോക്കിയിരിക്കുന്നത്? ഒരു മെഡിക്കൽ സീറ്റ് ഒപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് പഠിച്ചെടുക്കാനും എനിക്ക് കഴിയും. എനിക്കത് കോളേജിൽ പോകണമെന്ന് തന്നെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ദേഷ്യത്തിൽ നിന്നും പോകുമ്പോൾ ഇവിടെ സ്വപ്ന മഞ്ജുവിനോട് പറയാണ്, അതെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴല്ലേ നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനും ചൊറിച്ചിലുള്ളൂ. എന്നാൽ നിങ്ങളുടെ അനിയത്തി എന്തോ ഒരു തെറ്റിൽ പെട്ടിരിക്കുന്നു, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തോ ആപത്തിൽ പെട്ടിരിക്കുന്നു. അതാണ് കോളേജിൽ പോലും പോവാതെ റൂമിനുള്ളിൽ അടച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് എന്തോ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി സഞ്ജയുടെ കൈകളിൽ. എന്നാൽ ഈ സ്വപ്നയെ സൂക്ഷിക്കാൻ അറിയാം, എന്നാൽ നിങ്ങളുടെ അനിയത്തിക്ക് അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി മഞ്ജു ആകെ ഞെട്ടിപ്പോവാണ്. അപ്പോഴാണ് ഗിരി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഗിരി മഞ്ജുവിനോട് പറയണം, മഞ്ജു ഇന്ന് ഓഫീസിലോട്ട് ഇന്ന് നീ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നില്ലേ? എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? അപ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയണം, അത് പിന്നെ ഗിരിയേട്ടാ, നമ്മുടെ മഹിമ ഇന്നും കോളേജിലോട്ട് അവളുടെ വഴിക്ക് വിട്ടേക്ക്. അവൾ പഠിക്കാനും മെഡിക്കത്തിയാണ്. ഇവളുടെ വാക്കുകൾ കേട്ട് നീ അവളുടെ പിറകെ പോകണ്ട. അവൾക്ക് എന്തെങ്കിലും ദേഹത്തിനോ മനസ്സിനോ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടാക്കും, അവൾക്കുണ്ടാവും. അവൾക്ക് തുറന്ന് പറയാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളോട് തുറന്ന് പറയും. അതുവരെ അവളുടെ ഇഷ്ടത്തിന് വിട് എന്നൊക്കെ പറയുമ്പോൾ ഗിരിയുടെ ആ വാക്കുകൾക്ക് മഞ്ജു വില കൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ജു പിന്നീട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാൻ ഒരുങ്ങും. അങ്ങനെ ഗിരിയുടെ കൂടെ ഇറങ്ങിപ്പോകുന്നു. ഇതേ സമയം സ്വപ്ന ഈ രണ്ടെണ്ണത്തിനും അവളുടെ ഉള്ളുകളി എന്താണെന്ന് അറിയില്ല. അവൾ എന്തോ ആപത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നു. അവൾ ആർക്കോ ഇരയായിട്ടുണ്ട്, അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവളെ ഒന്ന് ഫോളോ ചെയ്യണം. എന്താണ് ഇവൾക്ക് പറ്റിയതെന്ന് കണ്ടെത്തണം. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ല വഴി എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഈ ഗിരിയേട്ടനും ഈ മഞ്ജുവിൻ്റെയും മുന്നിൽ എനിക്ക് ചോദ്യം ചെയ്യാനൊക്കെ പറ്റുമല്ലോ എന്നിങ്ങനെ സ്വപ്നം ചിന്തിക്കുകയാണ്. അപ്പോഴാണ് മഹിമ ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുമ്പോൾ കാണാം ഇങ്ങനെ ഫോൺ കോൾ വരുന്നത്. അതെ, അവിടെ ഒരാൾ വരും. ആ ആളുടെ കയ്യിൽ നിനക്കുള്ളൊരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്. നീ തന്നെ അത് കൈപ്പറ്റിയേ നിനക്ക് തന്ന് അത് വേറെ ആരുടെയെങ്കിലും കൈകളിൽ പെട്ട് കഴിഞ്ഞാൽ നീ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ടുള്ള അബിയുടെ ആ ഫോൺ കോൾ. അപ്പം നിങ്ങൾ ആരാ? നിങ്ങൾ എവിടുന്നാ? എന്തിനാ നിങ്ങൾ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ മഹിമ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ വഴി അറിയാം. എന്തായാലും നീ അത് കൈപ്പറ്റാൻ നോക്കുക. എന്നോട് സംസാരിച്ചിട്ട് ആ വീട്ടിലെ വേറെ ആരുടെ കയ്യിൽ പറ്റണ്ട എന്ന് പറയുമ്പോൾ മഹിമ റൂമിൽ നിന്ന് ഓട്ടം ഓടുകയാണ് കേട്ടോ. ഇതേ സ്വപ്നം ഇവിടെ ഇങ്ങോട്ടാ ഈ ഓടുന്ന ലെവലിൽ ഇങ്ങനെ സ്വപ്നം നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ആ ആള് വരുന്നത്. അപ്പോഴേക്കും മഹിമ പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു അയാളുടെ കയ്യിലുള്ള കവറ് മേടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും സ്വപ്ന, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ നോക്കട്ടെ ആർക്കാണ് ഇത് വന്നിരിക്കുന്നത് നോക്കട്ടെ, ഇത് എനിക്കുള്ളതാണെന്ന് തന്നോട് പറഞ്ഞില്ലേ, നീ എന്തിനാ ഇതിൽ ഇടപെടുന്നത്? മാറി നിൽക്കടി, ഇത് എനിക്കുള്ളതാണെന്ന് ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് തൊട്ട് വെച്ചിട്ട് ഇതിനെന്താ കുഴപ്പം, ഇതിലെന്താ കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയുമ്പോൾ മഹിമ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇതേ സമയം ഇവളെന്താ ഇങ്ങനെ ചോദിക്കുന്നതെന്ന ഭാവത്തിൽ മഹിമ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ
സ്വപ്ന പറയാണ് ഇതിലെന്താ നീ രഹസ്യമായി എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ടോ, ഇതങ്ങ് തന്നേക്ക് ഞാനൊന്ന് നോക്കട്ടെ, ഒന്ന് പോടി എന്ന് പറഞ്ഞ ഒരൊറ്റ ഉന്താങ്കുന്തി മഹിമ റൂമിലോട്ട് അങ്ങ് കയറിപ്പോവാണ് കേട്ടോ. ഇതേ സമയം മഹിമ ആ ഒരു കവർ പെട്ടെന്ന് പൊട്ടിക്കാണ്. റൂമൊക്കെ കുറ്റിയിട്ടതിന് ശേഷം ആ കവർ പൊട്ടിക്കുമ്പോൾ തൻ്റെ ഡ്രസ്സ് അഴിച്ചിട്ട് നിൽക്കുന്ന ഓരോരോ ഫോട്ടോകൾ കാണുമ്പോൾ മഹിമ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, ഇതെന്താണ് തൻ്റെ മുഖത്തോട് കൂടിയില്ല ഈ ഫോട്ടോകൾ, തന്നെ ഭീതിപ്പെടുത്തുന്ന ആ ഫോട്ടോകൾ, അത് തനിക്ക് കാണുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ല. തനിക്ക് വരുന്ന ആ ഒരു ധൈര്യം പോലും ചോർന്നു പോവാണ്. പിന്നീട് മഹിമ ഒന്നും നോക്കിയില്ല, അവിടെ ഇരിക്കുന്ന ലൈറ്റർ എടുത്തിട്ട് അത് മൊത്തം കത്തിച്ച് അത് വേസ്റ്റ് ബക്കറ്റിലോട്ട് ഇടുമ്പോൾ സ്വപ്ന പിറകെ വന്നിട്ടുണ്ടെന്ന് മഹിമക്ക് അറിയുന്നില്ല കേട്ടോ. അങ്ങനെ എന്താ ഈ റൂമിനുള്ളിൽ നിന്ന് ഒരു സ്മെല്ല് വരുന്നത്, ഒരു കടലാസ് കത്തിക്കുന്ന ഒരു സ്മെല്ലാണല്ലോ, ഒരു കവറിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ, അപ്പോൾ അതെന്തായിരിക്കും, അവളത് കത്തിച്ച് കളയണം, എന്തായിരിക്കും അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് വീണ്ടും കുറച്ച് നേരം സ്വപ്നം നിൽക്കുമ്പോൾ മഹിമ അതിങ്ങനെ കത്തി എരിയുന്ന ആ ഒരു കരച്ചിലോടുകൂടി മഹിമ അത് കണ്ടു നിൽക്കുമ്പോൾ സ്വപ്ന വാതിൽ തട്ടാണ് കേട്ടോ. മഹിമേ വാതിൽ തുറക്കുന്നുണ്ടോ, മഹിമേ നീ വാതിൽ തുറക്കുന്നുണ്ടോ എന്ന ആ ചോദ്യം വീണ്ടും വീണ്ടും ഉയരുമ്പോൾ വീണ്ടും മഹിമേ വാതിൽ തുറക്കുക എന്നൊക്കെ പറയുമ്പോൾ മഹിമ ദേഷ്യത്തോട് കൂടിയിട്ട് ആ ഒരു തീ അങ്ങ് അണക്കണിട്ട്. കാരണം ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതായി കാണാൻ പാടില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അണച്ചിട്ട് അത് താൻ ഒരു കവറിലോട്ട് ഇടുകയാണ്. ഇതേ സമയം ദേഷ്യത്തോടു കൂടി സ്വപ്ന എന്താണ് ഇവിടെ ഒരു സ്മെല്ല് എന്നൊക്കെ പറയുമ്പോൾ ഇത് എൻ്റെ റൂമാണ്, എൻ്റെ റൂം എനിക്കുള്ളതാണ്, എങ്ങനെ എൻ്റെ റൂമാവും, ഇത് എൻ്റെ വീടല്ലേ, എൻ്റെ വീട്ടിലുള്ള റൂമിൽ ഞാനല്ല തീരുമാനിക്കട്ടെ, നീ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലൊരു വഴക്കാകുമ്പോൾ മാനും അതിൽ കയറി ഇടപെടണം കേട്ടോ. സ്വപ്നെ നീ ഇവളുടെ പിറകെ നടക്കാതെ നീ നിൻ്റെ പണി നോക്കിക്കേ, ഗിരിയെ ഇത് കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിനാവും പ്രശ്നം, നീ നിൻ്റെ പണി നോക്കിയെന്ന് പറയട്ടോ. ഇതേ സമയം മഹിമ തകർന്ന് തരിപ്പിടമാവാണ്. താൻ ആരോടും പറയാതിരിക്കുന്നത് ഇനി ആപത്താണ്, തൻ്റെ ജീവിതം നശിക്കും, തൻ്റെ ജീവിതം അവൻ ഇരയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അവനെ പിടികൂടണം എന്ന ആ ഒരു ഇതിലാവാണ്. പക്ഷേ ഇതിന് മുകുന്ദൻ തന്നെയാണ് മുന്നോട്ട് വരുന്നത് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ശാലിനി ഇനിയിപ്പോൾ ഭീമനോട് വിളിച്ച് പറയാണ് അവളെ തീർക്കണം. ആ ശാലിനി പറയാണ് മഞ്ജുവിനെ തീർക്കണം, അവളെൻ്റെ സെക്യൂരിറ്റി ആയിട്ടാണ് നടക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇന്ന വഴിയിലോട്ട് ഒരു ഒഴിഞ്ഞ ഏരിയയിലോട്ടാണ് ഞാൻ പോകുന്നത്, അവിടെ അവൾ കാറിനരികിൽ നിൽക്കുന്നുണ്ട്, അവളെ അവിടെ ഞാൻ നിർത്തിയിട്ട് അങ്ങ് പോവും, പിന്നീട് നീ വേണം അവളെ തീർക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അതൊക്കെ കടന്ന കഴിയല്ലേ, അവൾ പോലീസ് വേഷത്തിൽ, അതൊന്നും കുഴപ്പമുണ്ടായില്ല, എനിക്കൊരു ആപത്തും വരാതെ നിന്നെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം ഇവർ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തുകയാണ്. മഞ്ജു ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിച്ചും കൊണ്ടിരിക്കുകയാണ്. കുറേ ക്ഷമിക്കുന്നുണ്ട് മഞ്ജു, ഭൂമിയോളം താവാം എന്നുള്ള ആ രീതിയിൽ തന്നെ മഞ്ജു പോവുകയാണ്. അങ്ങനെ സ്വപ്നം എന്താടി എന്നിങ്ങനെ കഥക് തുറക്കാൻ എന്നോട് ഞാൻ പറയണോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് ഞാനൊരു പോലീസ് യൂണിഫോമിലാണ്, ഒരു ഏമാനോട് സംസാരിക്കേണ്ട രീതിയിൽ നീ സംസാരിച്ചാൽ നിനക്ക് നന്ന്, ആ ഒരു യൂണിഫോമിന് നീ വില കൊടുക്കുകയാണെങ്കിൽ നിനക്ക് നന്ന്, അല്ല എങ്കിൽ എന്ന് പറയുമ്പോൾ ഷാനി അധികം നിൽക്കില്ല കേട്ടോ. കാരണം എന്തായാലും ഇവളൊന്ന് കൊല്ലാൻ പോവില്ല, അതോടുകൂടി ഇവളെന്ന മാരണത്തെ അങ്ങ് തിരിഞ്ഞു പോവുകയും അങ്ങ് ഇല്ലാതാവുകയും തനിക്ക് ഗിരിയെ ഇഞ്ചിഞ്ചായി കൊല്ലാമെന്നൊക്കെ തീരുമാനമാണ്. അങ്ങനെ ഈ സമയം ശാലി അങ്ങ് അകത്തോട്ട് കയറി പോകുമ്പോഴാണ് താൻ കാറിൻ്റെ ആ ഒരു സൈഡിൽ മഞ്ജു ഇങ്ങനെ ചാരി നിൽക്കുമ്പോൾ ഭീമൻ പിറകിലൂടെ വന്നിട്ട് മഞ്ജുവിനെ ഒരു വെട്ടങ്ങ് വെട്ടാൻ നോക്കുമ്പോഴേക്കും മഞ്ജു പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് അങ്ങ് തിരിഞ്ഞു നിന്നതിനോടുകൂടി ആ വെട്ട് തൻ്റെ ദേഹത്ത് കൊള്ളില്ല. അങ്ങനെ മഞ്ജു ഭീമനുമായി അടികൂടാണ്. അപ്പോഴേക്കും അവിടെ പെട്ടെന്ന് അങ്ങ് ഭീമൻ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി മഹിമയുടെ പ്രശ്നത്തിന് മുകുന്ദനാണ് ഇടപെടുന്നത്. മുകുന്ദൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഗിരി ആയിരിക്കും ഇനി അഭിയെ കണക്കിന് കൊടുക്കുകയും ഇവരുടെ ആ ഒരു പ്രണയം ഒരുമിപ്പിക്കാനുള്ള ആ ഒരു സീൻ അഭി തന്നെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ.